ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പോൾ ഇതേ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു അറബിക് ഫുഡായ മർഗൂഗിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കറിയും ചിക്കനൊക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് ആദ്യമായിട്ട് നമ്മൾ മാവ്, മൈദപ്പൊടിയും അതുപോലെ ഒരു കപ്പ് മൈദ, ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി നന്നായിട്ട് കുഴച്ചെടുത്ത മാവ് നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു പാൻ വെച്ച് നന്നായി ചൂടായി വന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളതിലോട്ട് ഒരു പീസ് പട്ടയും അതുപോലെ 2-3 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള അതൊന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് കിട്ടുന്ന ടൈമിൽ നമ്മളിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഉണക്ക നാരങ്ങയും പിന്നെ അതുപോലെ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു കട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേവ് കൂടുതലുള്ള പച്ചക്കറി ഒന്ന് ആദ്യം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പച്ചക്കറിയും ചിക്കനും എല്ലാം കൂടെ വെച്ചിട്ട് എടുക്കുന്നത്. ഈ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. പിന്നെ നമുക്ക് ഇതിലൂടെ മസാലപ്പൊടിയായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലോട്ട് തക്കാളി 2 വലിയ തക്കാളി ഒന്ന് അരച്ചെടുത്ത പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ പീസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂണ് ചിക്കൻ മസാലയുടെ പൗഡറും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ബാക്കിയുള്ള പച്ചക്കറി, ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത്, പിന്നെ അതുപോലെ ചിരങ്ങ, ഒരു മുഴുവൻ ചെറിയ ചിരങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലോട്ട് കട്ട് ചെയ്യുമ്പോൾ പച്ചക്കറിയൊക്കെ നല്ല വലിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു മെയിനായിട്ട് ചിരങ്ങ മെയിനായിട്ട് വേണം. പിന്നെ അതുപോലെ പയറ്, ബീൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതിന് മുകളിൽ നിൽക്കുന്ന വരെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. പച്ചക്കറിയുടെ ചിക്കൻ്റെയൊക്കെ മുകളിൽ വരുന്ന വരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ വെന്ത് കിട്ടുക, നമുക്കിത് മൂടി വെച്ചെടുക്കാം. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ചപ്പാത്തി നേരത്തെ കുഴച്ച് വെച്ച് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഓരോ നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. എത്ര തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അത്രയും തന്നെ കനം കുറച്ച് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് നല്ല കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പരത്തി വെച്ച് ചപ്പാത്തി അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതൊന്ന് അമർത്തി കൊടുത്തിട്ട് നമ്മുടെ കറിയൊക്കെ ഇതിന് മുകളിലൊന്നാവുന്ന വിധം നന്നായി ഒന്നാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്നും കൂടെ മൂടി വെച്ച് നമുക്ക് അടുത്ത ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ മൊത്തം 5 ചപ്പാത്തി കേട്ടോ ആ മാവ് വെച്ചിട്ട് പരത്തിയെടുത്തത്. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കറിയിലൊന്ന് നന്നായിട്ട് മുക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതേ എല്ലാ ചപ്പാത്തിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി വെതറി നമ്മുടെ മർഗൂഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് ലൂസിൽ വെള്ളത്തോട് കൂടി തന്നെയായിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. കാരണം ഇത് കുറച്ച് ഇരുന്നാൽ ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ കഴിക്കാനൊക്കെ പാകാകുമ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക.